ഞാനൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക്സ് ആണ് കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു സെയിം അളവിൽ തന്നെ എടുത്താൽ മതി മെഷർമെൻറ്റ്സ് ഒക്കെ. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ 1.5 ടേബിൾ സ്പൂണ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ടൊരു ബാറ്ററാക്കി എടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കെങ്ങാനും തിക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ പാലും ചേർത്തിട്ടില്ല. ഇതിലേക്ക് കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ബാറ്റർ വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പം ഇതിന് പറ്റുന്ന അബദ്ധങ്ങൾ, നമുക്കിപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എല്ലാ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല ഭംഗിയിലായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരിക അല്ലേ. പക്ഷേ ആദ്യം നമ്മൾ ഓയിൽ ചെയ്തപ്പോൾ പാൻ കേക്കിൻ്റെ അടിഭാഗം കണ്ടോ ഒരു ഭംഗിയില്ല. പാൻ കേക്ക് ആകുമ്പോൾ ഒരു ഭംഗിയിൽ കിട്ടണമല്ലോ. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി, ഓയിലൊക്കെ ഒന്ന് ഒഴിവാക്കി കേട്ടോ. ഓയിലൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഓയിൽ ഇല്ലാണ്ട് ഒന്ന് ട്രൈ ചെയ്തു. പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അതുപോലെ മുകൾ ഭാഗത്ത് ബബിൾസ് എല്ലാം വന്നതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ബബിൾസ് വന്ന് മുഴുവനായിട്ട് മുകൾ ഡ്രൈ ആയതിനു ശേഷമാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിഭാഗം കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബബിൾസൊക്കെ മുഴുവനായിട്ട് വന്നിട്ട് മുകൾ ഭാഗം ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിഭാഗം നല്ലൊരു കളറിൽ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നമുക്ക് കിട്ടും. ഞാൻ 2 പാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൽ വലിയ പാനിലാവുമ്പോൾ 2 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. ഇത് സാവധാനം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ മക്കൾക്ക് പാൻ കേക്കിൻ്റെ അതുപോലെ ബനാന പാൻ കേക്ക് ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ തേൻ ഒഴിച്ച് കഴിക്കുന്നതായിട്ട് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ തേനൊക്കെ മുകളിലൂടെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടൊക്കെ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവർക്കും ഇഷ്ടമാവും. ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പക്ഷേ മൈദയുടെ അത്ര ടേസ്റ്റ് ഗോതമ്പ് പൊടി ഉണ്ടാവില്ല. എന്നാലും അതായാലും കുഴപ്പമൊന്നുമില്ല. ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്